Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ബോർഡിൽ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ്. എന്നാൽ പിലാത്തറയിലൂടെ പോകുന്നവർ അത് വായിക്കുന്നത് ഇവിടെ സൗജന്യമായി പാർക്ക് ചെയ്യാം എന്നാണെന്ന് തോന്നുന്നു. നിയമങ്ങൾ കാറ്റിൽ പറത്തി പിലാത്തറ അണ്ടർപാസിനടിയിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു. അധികൃതർ വലിയ അക്ഷരത്തിൽ ഇവിടെ ഒരു നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് അത് വെറുമൊരു അലങ്കാരം മാത്രം. ബോർഡിന് തൊട്ടു താഴെ തന്നെ കൃത്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് ദിവസേന ഇവിടെയുള്ളത്. മഴക്കാലമായാൽ പിന്നെ പറയുകയും വേണ്ട. നനയാതിരിക്കാൻ 2 വീലറുകളും കാറുകളുമെല്ലാം അണ്ടർപാസിനടിയിലേക്ക് പാർക്ക് ചെയ്ത് ഉടമകൾ സ്ഥലം വിടും. ഇതോടെ കാൽനടയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും പോവാൻ വഴിയില്ലാതാകും. അണ്ടർപാസിലെ പാർക്കിംഗ് കുരുക്ക് പോരാഞ്ഞിട്ടാണ് വടിവൊത്ത അടുത്ത പരിഷ്കാരം വന്നിരിക്കുന്നത്. കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ പിലാത്തറ സ്റ്റാൻഡിൽ കയറി മാത്രമേ പോകാവൂ എന്ന പുതിയ ഉത്തരവ് നിലവിൽ വന്നതോടെ കഥ മാറി. വഴിയിലെ അനധികൃത പാർക്കിങ്ങും ഇരുവശത്തു നിന്നുമുള്ള ബസ്സുകളുടെ തിരക്കും കൂടിയായപ്പോൾ പിലാത്തറ ടൗൺ ശ്വാസം മുട്ടുകയാണ്. പാർക്കിങ്ങിനായി ഒരു കൃത്യമായ സൗകര്യമില്ല എന്നതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അത് റോഡിലെ കുരുക്ക് കൂട്ടാനല്ല, കുറയ്ക്കാനാണ് എന്ന് അധികൃതരും ഓർക്കണം. അണ്ടർപാസിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ പിലാത്തറയിലെ ഈ കുരുക്കഴിയാൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് നടത്തിയ സൂചനാ പണിമുടക്ക് തൃക്കരിപ്പൂർ ഉൾക്കൊള്ളുന്ന തീരദേശ ഇടനാട് ഗ്രാമീണ മേഖലയെ നിശ്ചലമാക്കി. കാസർഗോഡ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെയും തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഏകദിന സൂചനാ പണിമുടക്ക് നടത്തിയത്. UDF സർക്കാർ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച പശ്ചാത്തലത്തിൽ ഇന്റർസ്റ്റേറ്റ് ടൗൺ ടു ടൗൺ ബസ്സുകളിൽ സൗജന്യം അനുവദിക്കരുതെന്നും തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള വിഹിതം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും സ്വകാര്യ ബസ് മേഖലയെ വ്യവസായമായി അംഗീകരിക്കണമെന്നും സ്വകാര്യ ബസ്സുകളുടെ റോഡ് ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും വനിതാ സൗജന്യം കേരളത്തിലെ വനിതകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പണിമുടക്ക് നടത്തിയത്. ദേശീയപാത വഴി നിരവധി KSRTC ബസ്സുകൾ ഓടിയെങ്കിലും സ്വകാര്യ ബസ്സുകളില്ലാത്തത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, കയ്യൂർ, ചീമേനി പ്രദേശങ്ങളിൽ സ്വകാര്യ ബസ് പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തിൽ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലം ഉൾപ്പെടുത്തി. സന്ദീപ് വാര്യർ MLA-യുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കയ്യൂർ, ചീമേനി പഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തിയത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത പട്ടികയിലാണ് തൃക്കരിപ്പൂർ, കയ്യൂർ, ചീമേനിയെയും ഉൾപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും അതിർത്തിയിലുള്ള തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ കയ്യൂർ, ചീമേനി പഞ്ചായത്തിൽ സർക്കാർ നിയന്ത്രണത്തിൽ തന്നെ 300 മുതൽ 400 ഏക്കർ വരെ ഭൂമി ലഭ്യമാകുന്നു എന്നതുൾപ്പെടെ പരിഗണിച്ച് സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സന്ദീപ് വാര്യർ MLA അഭ്യർത്ഥിച്ചിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മേഖല കൂടിയാണ് കയ്യൂർ, ചീമേനി. അതുകൂടി പരിഗണിച്ചാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 400 ഏക്കർ ഭൂമി ലഭ്യമാകുന്നതിനു പുറമെ കണ്ണൂർ ഉൾപ്പെടെ വിമാനത്താവളവും റെയിൽ, റോഡ് യാത്രാ സൗകര്യവും ചീമേനിയിലേക്കുണ്ട്. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരുടെ ഇടപെടൽ വഴി കയ്യൂർ, ചീമേനിയെ കൂടി എയിംസ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ ആദ്യ ചുവട് വെച്ച MLA നാട്ടുകാർ ഒന്നാകെ അഭിനന്ദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
യാത്രക്കാരുടെ നടുവൊടിക്കുന്ന ഒരു റോഡ്. ഒരു വർഷത്തിലധികമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഏമ്പേറ്റ് മുടിക്കാനം റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരം. മഴക്കാലമായാൽ റോഡും തോടും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെ. നല്ലൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വേറെ എവിടെയും പോകേണ്ട. ഏമ്പേറ്റ് മുടിക്കാനം അമ്മാനപ്പാറ റോഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്താൽ മതി. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. പഞ്ചായത്ത് ഫ്രീ ആയിട്ടാണ് ഇതുപോലൊരു ഓഫ് റോഡ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് പോയിട്ട് വരാം, വാ. ഏമ്പേറ്റ് മുടിക്കാനം റോഡിലൂടെ വെറുമൊരു 5 മിനിറ്റ് യാത്ര ചെയ്യൂ. നടുവേദന തികച്ചും സൗജന്യമായി നിങ്ങളുടെ നടുവിലേക്ക് കയറി വരുന്നതാണ്. ലോകോത്തര നിലവാരത്തിലുള്ള കുഴികളാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മുടിക്കാനം എന്ന് പേരിട്ടത് വെറുതെയല്ല. ഈ റോഡിലൂടെ പോകുമ്പോൾ വണ്ടിയിലുള്ളവർ ഇതെന്തൊരു മുടിഞ്ഞ റോഡാണ് എന്ന് സ്വാഭാവികമായും പറയും. ഇത് ഒരു വർഷത്തിലധികമായി. ഇതിപ്പം റീടാറിങ് ചെയ്തതിന് ശേഷം ആയിരിക്കും ജപ്പാൻ കുടിവെള്ളം പൊട്ടുക. ജപ്പാൻ കുടിവെള്ളം പൊട്ടിയതിന് ശേഷം ഇത് നല്ല നിറച്ചും വെള്ളമായിരിക്കും. അതുപോലെ മഴക്കാലത്തും ഇഷ്ടംപോലെ വെള്ളം. ഇതിൽ ഒരു വാഹനം പോകാൻ കഴിയില്ല. ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അത് മാത്രമല്ല രോഗികളാണ്. ആശുപത്രിയിൽ ഏമ്പേറ്റ് വഴി ഇഷ്ടംപോലെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ വാഹനങ്ങൾ വരുന്നുണ്ട്, രോഗികൾ വരുന്നുണ്ട്. രോഗികൾക്കും വാഹനങ്ങൾക്കും അതുപോലെ ലോഡിങ് വണ്ടി ഇഷ്ടംപോലെ ലോഡിങ് വണ്ടി പോകുന്നുണ്ട്. അത് നിരന്തരം വാഹനങ്ങൾ ഇതിലെ പോകുന്നുണ്ട്. അതുപോലെ ഭയങ്കര പ്രയാസമാണ്. ഇതുകൊണ്ട് ഒന്ന് എത്രയും പേരും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതൊന്ന് ടാറിങ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അപേക്ഷിക്കും. ഡ്രൈവർമാരുടെ ശ്രദ്ധയും മെയ്വഴക്കവും പരിശോധിക്കാനുള്ള ഒളിമ്പിക് ട്രാക്ക് കൂടിയാണിത്. കുഴിയിൽ വീഴാതെ വണ്ടി ഓടിക്കുന്നവർക്ക് വരും വർഷങ്ങളിൽ പത്മശ്രീ പുരസ്കാരം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും അടിപൊളി റോഡും ഓഫ് റോഡ് എക്സ്പീരിയൻസും സമ്മാനിച്ച എല്ലാ അധികൃതർക്കും നമസ്കാരം. ക്യാമറമാൻ പ്രണവ് പെരുവാബയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. നാടെങ്ങും ലോകകപ്പ് ആവേശത്തിൽ ആടിത്തിമിർക്കുമ്പോൾ കരിവെള്ളൂർ തെക്കേ മണക്കാട്ടെ കുഞ്ഞ് ആരവകൃഷ്ണന്റെ റൊണാൾഡോ ആരാധന നാടിന് കൗതുകമാകുന്നു. വിഷുക്കൈ നീട്ടം കിട്ടിയ പണം കൊണ്ട് കവലയിൽ റൊണാൾഡോയുടെ കട്ടൗട്ട് വരെ സ്ഥാപിച്ചിരിക്കുന്നു ഈ കൊച്ചുമിടുക്കൻ. നാടെങ്ങും ലോകകപ്പ് ആവേശത്തിൽ ആടിത്തിമർക്കുമ്പോൾ കരിവെള്ളൂർ തെക്കേ മണക്കാട്ടെ കുഞ്ഞ് ആരവകൃഷ്ണന്റെ റൊണാൾഡോ ആരാധന നാടിന് കൗതുകമാകുന്നു. തെക്കേ മണക്കാട്ടെ പുതിയടത്ത് നാരായണൻ്റെയും മുഴക്കോത്തെ KV ജനീഷയുടെയും മകനായ ആരവിൻ്റെ റൊണാൾഡോ ആരാധന 4 വർഷം മുമ്പാണ് തുടങ്ങിയത്. 2022 ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആരവങ്ങൾ നാടെങ്ങും അലയടിച്ചപ്പോൾ ആരവിൻ്റെ കുഞ്ഞു മനസ്സിൽ പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രൂപമാണ് ആഴത്തിൽ പതിഞ്ഞത്. പത്രത്താളുകളിൽ നിന്നും റൊണാൾഡോയുടെ ചിത്രം മുറിച്ചെടുത്ത് കാർഡ്ബോർഡിൽ ഒട്ടിച്ച് ചെറിയ കട്ടൗട്ടാക്കി വീടിൻ്റെ മുന്നിൽ മൺകൂന തീർത്ത് അതിൽ ഉറപ്പിച്ച് നിർത്തി. ചെറിയ പ്രായത്തിൽ തന്നെ റൊണാൾഡോ എന്ന ഈ ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ പേര് അവൻ്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. അപ്പോൾ അത് അങ്കണവാടിയിൽ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ ഇതെങ്ങനെ ചെയ്യേണ്ടാവില്ല. പക്ഷേ അല്ല, അങ്കണവാടിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ വന്ന് പത്രത്താളുകളിലത്തെ കട്ടിങ്ങുകൾ മുറിച്ചെടുത്ത് ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് ഒരു കട്ടൗട്ട്, അതായത് അന്ന് വലിയ കട്ടൗട്ടൊന്നും ആക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി അറിയുകയും ചെയ്യില്ല, അതിൻ്റെ സാധ്യതയില്ല. അപ്പോൾ ഓൻ്റെ ഭാവനയിൽ ചെറിയ ചെറിയ കട്ടൗട്ടാക്കി ഗിർക്കിൽ കുത്തിയിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്തെല്ലാം പ്രദർശിപ്പിച്ചിട്ട് അന്ന് ഇതിൻ്റെ ആരാധന. റൊണാൾഡോയെ നെഞ്ചേറ്റിയത് ഫുട്ബോളിൽ റൊണാൾഡോ തീർത്ത മാന്ത്രിക സ്പർശം കണ്ടറിഞ്ഞാണ്. ആരവിൻ്റെ ഊണിലും ഉറക്കത്തിലുമെല്ലാം പിന്നീട് റൊണാൾഡോ മാത്രമായി. അന്നത്തെ ലോകകപ്പിൽ അർജന്റീനയാണ് ജേതാക്കളായത്. കുടുംബം മുഴുവൻ മെസ്സിയുടെയും അർജന്റീനയുടെയും ആരാധകരായപ്പോഴും തൻ്റെ കുഞ്ഞു മനസ്സിൽ രൂപമെടുത്ത റൊണാൾഡോയെ വിട്ടുകളയാൻ ആരവ് തയ്യാറായില്ല. കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോഴും റൊണാൾഡോയുടെ പേരെഴുതിയ CR7 ജേഴ്സി അണിഞ്ഞു കളിക്കാനാണ് ആരവിനിഷ്ടം. ഗോളടിച്ചു കഴിഞ്ഞാൽ റൊണാൾഡോ മൈതാനത്ത് കാണിക്കുന്ന ആക്ഷൻ പോലും ആരവ് അതേപോലെ കാണിച്ച് കൊച്ചു കൂട്ടുകാർക്കിടയിൽ താരമായിരിക്കുകയാണ്. അന്നത്തെ അങ്കണവാടിയിലെ ആരവ് ഇന്ന് കരിവെള്ളൂർ നോർത്ത് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഭയങ്കര കളിയാണ്. അപ്പോൾ ഇപ്രാവശ്യം വേൾഡ് കപ്പ് റൊണാൾഡോ അടിക്കും. സഹോദരൻ അലൻ കൃഷ്ണയും പോർച്ചുഗൽ ആരാധകനാണ്. തെക്കേ മണക്കാട്ടെ AV സ്മാരക വായനശാലയ്ക്ക് സമീപത്തെ പീടിക വരാന്തയിൽ
താൻ റൊണാൾഡോവിൻ്റെ കൂടെ കൈപിടിച്ചു നിൽക്കുന്ന പടം വലിയ ഫ്ലെക്സ് ബോർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആരവ്. ഇളയപ്പൻ്റെ മോനിൽ നിന്ന് കേട്ട് പഠിച്ച് 1ാം ക്ലാസ് മുതൽ ഇത് അന്നേരം മുതൽ ചെറിയ ചെറിയ കട്ടൗട്ടിലാക്കി വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം 2026 റൊണാൾഡോൻ്റെ കൂടുതലായി കട്ടൗട്ട് വെക്കണമെന്നുണ്ടായിരുന്നു, അത്ര അടി കട്ടൗട്ട്. പക്ഷെ അത് പൈസ ആയതുകൊണ്ട് ഇവൻ അത് വെച്ചിട്ടാണ്. ഇപ്രാവശ്യം കൈ നീട്ടം കിട്ടിയ പൈസ കൊണ്ട് ഒരു ഫ്ലെക്സ് ആക്കി വെച്ചു. എല്ലാ ദിവസവും രാവിലെ കവലയിലെത്തും. എതിർ ടീമുകാർ കട്ടൗട്ട് കീറിയിട്ടുണ്ടോ എന്നറിയാൻ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. അപകടക്കെണിയായി ചന്തപ്പുര ജംഗ്ഷൻ. അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ജീവനും കയ്യിൽ പിടിച്ചാണ് നിത്യവും കാൽനടയാത്രക്കാർ ഇതുവഴി റോഡ് മുറിച്ചു കടക്കുന്നത്. ചന്തപ്പുര ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണ സംവിധാനം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഇതാണ് ചന്തപ്പുര ജംഗ്ഷൻ. അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ജീവനും കയ്യിൽ പിടിച്ചാണ് കാൽനടയാത്രക്കാർ ഇവിടെ റോഡ് മുറിച്ചു കടക്കുന്നത്. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചന്തപ്പുര ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണ സംവിധാനം അനിവാര്യമെന്ന് നാട്ടുകാർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചന്തപ്പുരയിലാണ്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മലയോര ജനതയ്ക്ക് എത്തിച്ചേരാനുള്ള പ്രധാന മാർഗവും ചന്തപ്പുര വഴിയാണ്. എന്നാൽ ഇവിടുത്തെ തിരക്കും വാഹനങ്ങളുടെ അമിത വേഗതയും അപകട ഭീഷണി ഉയർത്തുന്നു. ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ അമിത വേഗതയിൽ സീബ്ര ലൈൻ മുറിച്ചു കടക്കാൻ പോലും കാൽനടയാത്രക്കാർ പ്രയാസപ്പെടുന്നു. രാവിലെയും വൈകിട്ടും സ്കൂൾ വിടുന്ന നേരത്ത് റോഡ് മുറിച്ചു കടക്കാൻ കുട്ടികളും പ്രയാസപ്പെടുന്നു. ചെറിയ അശ്രദ്ധ വലിയ അപകടത്തിന് കാരണമാകുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ വളരെ പേടിച്ചുകൊണ്ട് കൂടിയാണ് ഇതിലേക്കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നത്. അത് സീബ്ര ലൈനിൻ്റെ അവിടെ നിന്ന് തന്നെ പേടിച്ചുകൊണ്ടാണ് കുട്ടികൾ ബസ് കയറാൻ വരുന്നതും. അതുപോലെ തന്നെ സ്പീഡ് നല്ല സ്പീഡിലാണ് ഈ ഹൈവേയിലേക്കൂടെ വരുന്നത്. അതിൻ്റെ സ്പീഡിൽ നമുക്ക് കുട്ടികളെ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു സംവിധാനമില്ല. അതുകൊണ്ടൊരു ഹോം ഗാർഡിൻ്റെ സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ ഡിവൈഡർ വെച്ചിട്ട് ഒന്ന് സ്പീഡ് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അത്രക്കും നല്ലതാണ്. ഒരു അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കൂടിയാണ്. അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഒരു മത്സര ഓട്ടം തന്നെയാണ് ഇതിലേക്കുള്ള വണ്ടികൾ ഉണ്ടാകുന്നത്. കുട്ടികൾ പലപ്പോഴും വരുമ്പോൾ അപകടത്തിൽ പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനിടയിൽ ഒരു സൈക്കിൾ ഒരു ബസ്സിൻ്റെ പിറകിലടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായിട്ടും ഹോം ഗാർഡിൻ്റെ സേവനം നമുക്ക് ആവശ്യമാണ്. വണ്ണാത്തിക്കടവ് പാലം അപ്രോച്ച് റോഡ് മികച്ച നിലവാരത്തിലായതോടെ മാതമംഗലം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇവിടേക്ക് വരുന്നത്. ടൗണിന് സമീപത്ത് കയറ്റമായതിനാൽ വാഹനങ്ങൾ വരുന്നത് കാണാനും കഴിയുന്നില്ല. ഇരുഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചോ തിരക്കു സമയങ്ങളിൽ ഹോം ഗാർഡിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയോ ഗതാഗതം നിയന്ത്രിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഒരു അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. എത്രയും പെട്ടെന്ന് തന്നെ അമിത വേഗത നിയന്ത്രിക്കാൻ ഒരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ആവശ്യമുയരുന്നുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും കഴിഞ്ഞ അധ്യയന വർഷത്തെ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും കഴിഞ്ഞ അധ്യയന വർഷത്തെ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംയുക്തമായി ആഘോഷിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ അക്കാദമികമായ കാര്യങ്ങളിലും അച്ചടക്കപരമായ കാര്യങ്ങളിലും വളരെ കർശനത്തോടുകൂടി തന്നെ നടപടിയും കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. അന്ന് ഞങ്ങളെല്ലാം സംഘടനാ പ്രവർത്തകരായിട്ട് വരുമ്പോൾ കുറച്ച് അച്ചടക്കമാണെങ്കിലും മാഷന്മാരുടെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ PTA പ്രസിഡന്റ് CV ദിലീപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് രഘുനാഥൻ PV, വാർഡ് കൗൺസിലർ ദിനു PK, മുൻ പ്രിൻസിപ്പൽ മുഹമ്മദ് കുഞ്ഞി KC, HM മുഹമ്മദ് അഷ്റഫ്, അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന +1 വിദ്യാർത്ഥികൾക്ക് ആവേശകരമായ സ്വീകരണമാണ് സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
KSTP റോഡിൽ കണ്ണപുരം പാലത്തിന് സമീപത്തെ കുഴികൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. 2 ആഴ്ച മുൻപാണ് പാലത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് വലിയ കുഴി രൂപപ്പെട്ടത്. ഇത് താൽക്കാലികമായി അടച്ചെങ്കിലും വീണ്ടും കുഴി രൂപപ്പെടുകയായിരുന്നു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ കണ്ണപുരം പാലത്തിന് സമീപം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്ത് 2 ആഴ്ച മുൻപ് റോഡ് താഴ്ന്നു പോയിരുന്നു. തുടർന്ന് വലിയ കുഴി തന്നെ ഇവിടെ രൂപപ്പെട്ടു. കുഴിയിൽ മെറ്റലുകളും മറ്റുമിട്ട് താൽക്കാലികമായി കുഴി അടച്ചിരുന്നു. എന്നാൽ ശക്തമായ മഴയും വാഹനങ്ങൾ കടന്നുപോകുന്നതും കാരണം വീണ്ടും കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ചെറിയ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിൽ ഇവിടെ ആവശ്യത്തിന് തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ ബോർഡുകൾ വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയുമില്ല. ഇത് വലിയൊരു അപകടത്തിന് തന്നെ കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കണ്ണപുരം പാലത്തിൻ്റെ ഇവിടെ കുറേ നാളായി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ കുഴിയൊന്നും അടച്ചിനെങ്കിൽ വളരെ നന്നായിരുന്നു. ഈ സൈഡിലാണെങ്കിലൊരു വിളക്കോ വിളക്കോ ഒരു കാര്യമില്ല. കുറേ കാലമായി ഇവിടെ വിളക്കൊന്നും കാണാതിരിക്കുന്നു. അത് അധികൃതർ ബന്ധപ്പെട്ടിട്ട് അത് നടത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കുഴി അടച്ചിട്ട് നല്ല വൃത്തിയാക്കി ചെയ്താൽ എല്ലാ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി നല്ലൊരു കാര്യമായിരിക്കും. നേരത്തെ 18 കോടിയോളം രൂപ ചിലവഴിച്ച പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചിരുന്നു. എന്നാൽ പിലാത്തറ മുതൽ താവം മേൽപ്പാലം വരെ റോഡ് പ്രവൃത്തി നടത്തിയതിനു ശേഷം റോഡ് പ്രവൃത്തി നിലയ്ക്കുകയായിരുന്നു. 18 കോടിയോളം രൂപ ഇതിന് സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇത് പൂർണ്ണമായും നിലച്ച മട്ടാണ്. വീണ്ടും റോഡ് പൂർണ്ണമായും താറു ചെയ്യുന്നതുവരെ കാത്തുനിൽക്കാതെ കണ്ണപുരത്തെ അപകടക്കുഴി ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് പൊതുജനാഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തിൽ വൈപ്പിരിയം വളവിൽ അപകടം പതിയിരിക്കുന്നു. ഇറക്കവും വളവും റോഡ് അറ്റകുറ്റപ്പണി നടത്തിയതും കാരണം ഇവിടെ അപകടങ്ങൾ പതിവാവുകയാണ്. പയ്യന്നൂർ ചെറുപുഴ റോഡിൽ വൈപ്പിരിയത്ത് അപകടങ്ങൾ പതിവാകുന്നു. വൈപ്പിരിയം മദർ സ്കൂളിന്റെ മുൻപിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. കുത്തനെയുള്ള കയറ്റത്തിലെ വളവുകളും 2 തട്ടായി ടാറിട്ടതുമാണ് ചെറിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നത്. റോഡ് തകർന്ന സമയത്ത് നടത്തിയ ടാറിങ്ങിൽ തന്നെ റോഡ് 2 തട്ടാക്കിയിരുന്നു. റോഡ് 2 തട്ടായതോടെ ചെറിയ വാഹനങ്ങളും മറ്റും നിയന്ത്രണം വിട്ട് മറിയുകയാണ്. റോഡിന് ചേർന്ന് കിടക്കുന്നത് വലിയതും നീളമുള്ളതുമായ കുഴികളാണ്. പുല്ലുമൂടിയത് കാരണം കുഴികൾ കാണുന്നതും പ്രയാസമാണ്. റോഡിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങിയാൽ വലിയ അപകടത്തിൽപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. ഒപ്പം കാൽനട യാത്രക്കാർക്കും ഈ ഭാഗത്തുകൂടിയുള്ള യാത്ര അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. മാത്തിലിൽ നിന്ന് കുണ്ടേങ്കോവൽ വരെ റോഡരികിൽ ഈ കുഴികളുണ്ട്. അധികൃതർ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ അസംബ്ലി മണ്ഡലം പരിധിയിലുള്ള ഭിന്നശേഷിക്കാർക്കായി അനുവദിച്ച സ്കൂട്ടർ വിത്ത് സൈഡ് വീൽ വിതരണ ഉദ്ഘാടനം പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും പയ്യന്നൂർ അസംബ്ലി മണ്ഡലം പരിധിയിലുള്ള ഭിന്നശേഷിക്കാർക്കായി അനുവദിച്ച സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകളുടെ വിതരണം നടന്നു. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. മുഹമ്മദ് റാഫി നീലേശ്വരം നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും ഒരു സർവകക്ഷി സംഘം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നാളെ 3:30 ഇന്ത്യൻ ക്രിക്കറ്റിലെ കാണാനായിട്ട് കത്തോണ്ടിരിക്കുന്നു. ഇത് ഞാൻ കൊച്ചിയിലാണ് ടിക്കറ്റ് എടുത്ത് വെച്ചാൽ എല്ലാവരും കൂടി അവരോടൊപ്പം ചെല്ലണമെന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് മംഗലാപുരത്തു നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ എല്ലാവരും കൂടി നാളെ ഇന്ത്യൻ ക്രിക്കറ്റിൽ കാണാനായിട്ട് പോയി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സരിൻ ശശി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ സാമൂഹ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥൻ ഷമിത്ത് KV റിപ്പോർട്ട് അവതരിപ്പിച്ചു. തഹസീൽദാർ KP പോൾ, നഗരസഭാ കൗൺസിലർമാരായ AK ശ്രീജ, PK ദിനൂപ്, VKP ഇസ്മയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 6ാം ദിവസത്തെയും 7ാം ദിവസത്തെയും വിജയികളെ തിരഞ്ഞെടുത്തു.
മൂരിക്കോവൽ സ്വദേശി നിഖിൽ, അന്നൂർ സ്വദേശി വിനോദ് എന്നിവരാണ് വിജയികൾ. വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 6ാം ദിവസത്തെയും 7ാം ദിവസത്തെയും വിജയികളെ തിരഞ്ഞെടുത്തു. മൂരിക്കോവൽ സ്വദേശി നിഖിൽ, അന്നൂർ സ്വദേശി വിനോദ് എന്നിവരാണ് വിജയികൾ. വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനങ്ങൾ നൽകി. ജൂൺ 29 മുതലാണ് പ്രവചന മത്സരം ആരംഭിച്ചത്. വേൾഡ് കപ്പ് മത്സരം അവസാന ദിവസം വരെയും പ്രവചന മത്സരം തുടരും. പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രവചനവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ സ്ലിപ്പ് രാത്രി 8 മണിക്ക് മുൻപായി പെരുമ്പ ബൈപ്പാസ് റോഡിലെ ഐ ഫൗണ്ടേഷൻ എതിർവശത്തുള്ള കൃഷ്ണ ട്രേഡേഴ്സിൽ എത്തിക്കുക. നറുക്കെടുപ്പ് എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് നടക്കും. വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനങ്ങൾ കൂടാതെ വേൾഡ് കപ്പ് ഫൈനൽ മത്സര വിജയികളെയും നേടുന്ന ഗോളും പ്രവചിക്കുന്നവർക്ക് കൃഷ്ണ ട്രേഡേഴ്സിന്റെ സ്പെഷ്യൽ സമ്മാനവുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നിയോജക മണ്ഡലം MLA വി കുഞ്ഞികൃഷ്ണന് സ്വീകരണം നൽകി. സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണന് സ്വീകരണം നൽകി. സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനായ ശ്രീ ആഭ്യന്തര വകുപ്പ് മന്ത്രി തൂഫാന്റെ ഒരു പരിപാടിയുമായിട്ട് വന്നപ്പോൾ നമ്മുടെ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മയക്കുമരുന്നിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ആ പോസ്റ്റർ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രകാശനം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ തൂഫാനായിക്കൊണ്ട് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ഇപ്പൊ ഇവിടെ നമ്മള് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. കേരളത്തിലുടനീളം വേറെ സംഘടന ചെയ്തിരിക്കുന്നത് കേരളത്തിലുടനീളം ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് എല്ലാ യൂണിറ്റ് അടിസ്ഥാനത്തിലും രൂപം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നല്ല ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ വിളിച്ചത് അദ്ദേഹത്തെ കണ്ടപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. സാധാരണ സംഘടനകൾക്ക് നമ്മളെ തന്നെ പല അംഗങ്ങളും ചോദിക്കും, എന്താണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മളൊന്നും പ്രതികരിക്കാതെ. ചടങ്ങിൽ വെച്ച് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ MLAക്ക് സ്നേഹോപഹാരം സമർപ്പിച്ചു. തുടർന്ന് അസോസിയേഷന്റെ പുതിയ സംരംഭങ്ങളായ വനിതാ വിംഗ്, ഹൈജീൻ മോണിറ്ററിംഗ് വിംഗ് എന്നിവയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും നടന്നു. പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് മഹേഷ് മുത്താഴം അധ്യക്ഷത വഹിച്ചു. KN ഭൂപേഷ്, നാസർ മഡോൾ, ലക്ഷ്മണൻ, A നാരായണൻ, ജനതാ വിജയൻ, മുരളി ഷൺമുഖ, സയ്യിദ് ഗ്രേസ്, ഷാൻബർഗർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്ഷേത്ര പൂരക്കളി അക്കാദമി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂരക്കളി ആചാര്യന്മാരുടെ അനുസ്മരണ സമ്മേളനം നടത്തി. PP ദാമോദര പണിക്കരുടെയും പൂരക്കളി ആചാര്യൻ വെള്ളൂർ P നാരായണന്റെയും അനുസ്മരണ സമ്മേളനം വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സാഹിത്യത്തെ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ തന്നെ അതിൻ്റെ വടക്കൻ മേഖലകളിൽ മാത്രമേ ഉള്ളൂ. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ അതിൻ്റെ തെക്കൻ മേഖലയിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്ത് ഒതുങ്ങിക്കഴിയുന്ന ഈ കലയെ സർക്കാരിൻ്റെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഒരു അക്കാഡമി പ്രവർത്തനം പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. M അപ്പുപണിക്കർ കരിവള്ളൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. M രാഘവൻ, രഘുനാഥ് കയ്യൂർ, രാജൻ പണിക്കർ കരിവള്ളൂർ, കാട്ടാമ്പള്ളി നാരായണൻ, സുരേന്ദ്രൻ പിലിക്കോട്, പ്രദീപൻ തുരുത്തി, ജനാർദ്ദനൻ മുഴക്കോത്ത്, ശിവദാസൻ കണ്ണപുരം എന്നിവർ സംസാരിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി അവാർഡ് ജേതാക്കളെയും വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിജയികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് കൊയോങ്കര M രാജീവൻ പണിക്കരും ആണ്ടോൾ P രാജേഷ് പണിക്കരും തമ്മിലുള്ള മറുത്തുകളി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കരിവെള്ളൂർ പിറളം പഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു.
കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്കായുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ CITU ഹാളിൽ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് എന്ത് എഴുതാൻ പറ്റും അല്ലേ? നല്ലത് എഴുതാം, ചീത്ത എഴുതാം. പക്ഷേ ആ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ അതാണ് ഒരു റബ്ബർ ഉണ്ടായാൽ ആ തെറ്റ് നമുക്ക് വായിച്ചു കളയാൻ പറ്റും. എന്നിട്ട് ആ തെറ്റ് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ജീവിതം കൊണ്ടും നമുക്ക് എന്തും എഴുതാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റും അല്ലെ? ചീത്തയായിട്ട് ജീവിക്കാം, നല്ലതായിട്ട് ജീവിക്കാം. പക്ഷെ ജീവിതത്തിൽ പ്രശ്നം പറ്റിയാലോ, തെറ്റ് പറ്റിയാലോ, ആ തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ആ ജീവനില്ലാത്ത പെൻസിലിന് പോലും നമ്മുടെ മുന്നോട്ട് പോക്കിന് ഒരു മാതൃക തീർക്കാൻ പറ്റും. അപ്പൊ ആ പെൻസിലിന്റെ പുറംഭാഗങ്ങൾ നോക്കൂ, ഒരു കട്ടർ ഉപയോഗിച്ചാൽ അത് ചെത്താൻ പറ്റും. KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം KCU സംസ്ഥാന സെക്രട്ടറി MM മനോഹരൻ നിർവഹിച്ചു. M സുനിൽകുമാർ, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, K സത്യൻ, P അജിത്ത്, M ബിന്ദു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി യോഗം നടന്നു. പെരളം കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനം വിജയകരമാക്കാൻ സംഘാടക സമിതി യോഗം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 2-ന് കൊഴുമൽ മാക്കിൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. പെരളം കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സംഘടനയുടെ പയ്യന്നൂരിലെ താരതമ്യേന ചെറുതായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിൽ ഒന്നായിട്ടുള്ള ഈ പ്രദേശത്ത് ആ സംഘടനയുടെ ഏരിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഒരു ഇച്ഛാശക്തി സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏത് സമ്മേളനവും അതിഗംഭീരമായി വിജയിപ്പിച്ചിട്ടുള്ള ഒരു നാടാണ് ഈ പെരളം എന്ന് പറയുന്നത്. KV മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി, വാർഡ് മെമ്പർ P. സുലോചന, C. ബാലകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിൻസെന്റ്, ജില്ലാ കമ്മിറ്റി അംഗം PV ഗോപി, ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ, K. മധു, T. വിശ്വനാഥൻ, C. ഹേമരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനത്തിന്റെ വിജയത്തിനായി KC രവീന്ദ്രൻ കൺവീനറായും C. ബാലകൃഷ്ണൻ ചെയർമാനുമായുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കൂക്കാനത്ത് കുട്ടികളെ തേടി ബഷീർ എത്തി. സിനിമ സീരിയൽ നടൻ അരവിന്ദൻ മാസ്റ്ററാണ് ബഷീറിന്റെ വേഷപ്പകർച്ചയുമായി കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ എത്തിയത്. ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വേഷപ്പകർച്ചയുമായി സിനിമ സീരിയൽ നടൻ അരവിന്ദൻ മാസ്റ്റർ എത്തിയത്. അരവിന്ദൻ മാസ്റ്റർ ബഷീറായി കുട്ടികളോട് സംവദിച്ചു. ഓരോ ക്ലാസ്സിലും ബഷീർ കൃതികളുമായി എത്തി കുട്ടികളോട് സംസാരിച്ചു. ബഷീർ കൃതികളെ പരിചയപ്പെടുത്തിയും ബഷീറിന്റെ ജീവിതകഥകൾ പങ്കുവച്ചുമുള്ള യാത്ര കുട്ടികൾക്ക് പുതിയ അനുഭവമായി. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MA അബ്ദുൽ ബഷീർ അരവിന്ദാക്ഷൻ മാസ്റ്റർക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. നിങ്ങൾ വായിക്കാത്ത ഒരു പുസ്തകം പോലും ഉണ്ടാകില്ലെന്ന് ഇന്ന് തീരുമാനിക്കും അല്ലേ? തീരുമാനിക്കൂലേ? ബഷീറിന്റെ മാത്രമല്ല, ആ ലൈബ്രറിയിലൂടെ എല്ലാ പുസ്തകങ്ങളും എൻ്റെ കൈകളിലൂടെ കടന്നു പോകുമെന്ന് തീരുമാനിക്കാൻ പയ്യന്നൂർ BPC MV വിനോദ് മാസ്റ്റർ, പ്രധാനാധ്യാപകൻ VV രവീന്ദ്രൻ, A. അനിൽകുമാർ, രാധാകൃഷ്ണൻ P എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പടന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ തെരുവു വിളക്കുകളും അപകട വളവുകളിൽ കോൺവെക്സ് മിററുകളും സ്ഥാപിച്ചു. പരത്തിച്ചാൽ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ, പരത്തിച്ചാൽ, തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പേക്കടം, ചവേലക്കോവൽ പ്രദേശങ്ങളിലാണ് 100 വാട്ട്സിന്റെ 10 തെരുവ് വിളക്കുകളും 8 കോൺവെക്സ് മിററുകളും സ്ഥാപിച്ചത്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷൻ മുതൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ചവേലക്കോവൽ വളവ് വരെ വിവിധ കേന്ദ്രങ്ങളിൽ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വളവ് കാണാതെ എത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത് ഒഴിവാക്കാനായാണ് കോൺവെക്സ് മിററുകൾ സ്ഥാപിച്ചത്. രാത്രികാലങ്ങളിൽ വെളിച്ചം കുറവുള്ള പ്രദേശങ്ങളിൽ 100 വാട്ട്സ് വിളക്കുകളും സ്ഥാപിച്ചു. ഉദിനൂർ പരത്തിച്ചാൽ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA വിളക്കുകളുടെ സ്വിച്ച് ഓണും മിററുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദി ചെയർമാൻ AG കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ P കൈരളി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം C നുറൈനി, K ഫിറോസ്, MK മൊയ്തീൻ, KV സൈഫാൻ, അൻസാർ റോക്സ്, VV അനിൽകുമാർ, KV ജിതേന്ദ്രൻ, നങ്ങാരത്ത് മൊയ്തു, ഷക്കീൽ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. AC ശ്രീഹരി അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ AC ശ്രീഹരി അനുസ്മരണം നടത്തി. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AC ശ്രീഹരി അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ AC ശ്രീഹരി അനുസ്മരണം നടത്തി. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിന്റെ പ്രകടനമായി ശ്രീഹരിയെ അറിയുന്ന എല്ലാവരെയും ഈ വിയോഗം അത്രമേൽ മതിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ ശ്രീഹരിയുടെ ഈ സൗമ്യ സാന്നിധ്യം ഏറ്റവും ഒടുവിലായിട്ട് അറിഞ്ഞത് ആ തീയതി എനിക്ക് ഓർമ്മയുണ്ട്. ഫെബ്രുവരി 26 AC ശ്രീഹരി ഓർമ്മ പുസ്തകം മറുവാക്കിലെ ജീവിതം CV ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി ഏറ്റുവാങ്ങി. EV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കവി PN ഗോപികൃഷ്ണൻ, അൻവർ അലി, അംബികാസുധൻ മാങ്ങാട്, മാധവൻ പുറച്ചേരി, വീരാൻകുട്ടി, ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി, ആശാലത, VH നിഷാദ്, എതിർദിശ സുരേഷ്, EP രാജഗോപാലൻ, P സന്തോഷ്, സോന രാജീവൻ, CK കുഞ്ഞിരാമൻ, P പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വരവേൽപ്പ് സ്കൂളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പറും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വരവേൽപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പറും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പണ്ടത്തെ വാക്കുകളുടെ അർത്ഥം മാറുന്നു. അടി എന്ന് പറഞ്ഞാൽ ബീച്ച് അടിയാണ്, നമ്മളെല്ലാം പഠിക്കുന്ന കാര്യം. പൊളി എന്ന് പറഞ്ഞാൽ തകർക്കുക എന്നതാണ്. എന്നാൽ ഇത് രണ്ടും ചേരുമ്പോൾ എന്താണ്? അടിപൊളി. അടിപൊളി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അർത്ഥമല്ല, പോസിറ്റീവ് അർത്ഥമായി. പുതിയ കാലഘട്ടത്തിന്റെ ഭാഷ മാറുകയാണ്. പണ്ട് തൂക്കി എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കി എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ത്രാസിലിട്ട് തൂക്കി, അല്ല വേഗ ചുമലിൽ തൂക്കി. അതിന് പകരം ഇപ്പൊ തൂക്കി തൂക്കി ചുവന്ന കരങ്ങളാലെ എന്തായി തൂക്കി? ഗോഡ് ബ്ലഡ് ആൻഡ് എന്ന ഇംഗ്ലീഷിന്റെ പദപ്രയോഗമാണിപ്പോ തൂക്കി ചുവന്ന കരങ്ങളാണ്. എന്താ? സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഷീജ P, പഞ്ചായത്ത് അംഗം മണി പവിത്രൻ, PTA പ്രസിഡന്റ് ഹേമചന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് റഷീദ, KP മനോജ്, ഹൈമ M, പ്രശാന്തൻ, അനില PV, ലിബിൻ അജയഘോഷ്, സജിത് കുമാർ U എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ കിഴക്കുംപാട് ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് രാത്രി പ്രത്യേക നിർമ്മാർജ്ജന പ്രവർത്തനം നടത്തി. നാട്ടുകാർക്കൊപ്പം ഇറങ്ങിയ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അധിനിവേശ ജീവിവർഗമായ ആഫ്രിക്കൻ ഒച്ച് പ്രദേശത്തെ കൃഷിക്കും പരിസ്ഥിതിക്കും പൊതുശുചിത്വത്തിനും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം വീടുകളുടെ പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഇവയുടെ വ്യാപനം വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മഴക്കാലത്ത് ഇവ അതിവേഗം പെരുകുന്നതിനാൽ സമയോചിതമായ പ്രതിരോധ നടപടികൾ ആവശ്യമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. നഗരസഭ കാര്യങ്ങൾ ഗൗരവത്തിലെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ സരിൻ ശശി അറിയിച്ചു. ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം തടയുന്നതിനായി നഗരസഭ
നഗരസഭയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും തുടരുമെന്നും ജനങ്ങളുടെ സജീവ പങ്കാളിത്തമാണ് ഈ ദൗത്യത്തിന്റെ വിജയത്തിന് നിർണായകമെന്നും അധികൃതർ അറിയിച്ചു. വാർഡ് കൗൺസിലർമാരായ ഒ സുമതി, സി ചന്ദ്രൻ മാസ്റ്റർ, കെ വി ജ്യോതി എന്നിവരും സന്നദ്ധ പ്രവർത്തകരും പ്രദേശവാസികളും പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSSPU കരിവള്ളൂർ പെരളം നോർത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും നടന്നു. കരിവള്ളൂർ പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ശൈലജ ഉദ്ഘാടനം ചെയ്തു. KSSPU കരിവള്ളൂർ പെരളം നോർത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കൽ ചടങ്ങും നടന്നു. കരിവള്ളൂർ പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ശൈലജ ഉദ്ഘാടനം ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും കേരള സർവീസ് പെൻഷനേഴ്സ് സമാജം. 92 ഈ രണ്ട് സംഘടനകളും യോജിക്കാൻ തീരുമാനിക്കുകയും അതേസമയത്ത് ആലപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള സർവീസ് ഓർഗനൈസേഷൻ എന്ന സംഘടന കൂടെ ഇതിൽ ചേരുകയും 97 മെയ് മാസത്തിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ ശ്രീ വി ചാക്കോ ജനറൽ സെക്രട്ടറിയായി നമ്മുടെ സംഘടന രൂപം കൊണ്ടു. 1,19,401 അംഗങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു അന്നത്തെ സംഘടന. PC ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ദാമോദരൻ മാസ്റ്റർ നവാഗതരെ സ്വീകരിക്കുകയും EP വിജയൻ നവാഗതരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. KP രാജശേഖരൻ, TV നാരായണൻ മാസ്റ്റർ, A ലളിതകുമാരി, MV കുഞ്ഞമ്പു, ശോഭ കല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. PMAY ഗ്രാമീൺ ഭവന നിർമ്മാണ പദ്ധതിയുടെ സർവേയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ കരട് പട്ടികയ്ക്ക് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ഗ്രാമസഭ അംഗീകാരം നൽകി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2024 നടന്ന സർവേയിൽ ഉൾപ്പെട്ട 200 കുടുംബങ്ങളാണ് കരടിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 3 സെന്റ് ഭൂമി സ്വന്തമായുള്ളവരായ ഗുണഭോക്താക്കളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടൗൺ ഹാളിൽ നടന്ന പ്രത്യേക ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ പേരിലുള്ള റേഷൻ കാർഡിൽ ഒരാൾ വെച്ചിട്ടില്ലേ, അതിന് ചിലപ്പോൾ ഈ പറഞ്ഞ അപേക്ഷകൾ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ അതുവരെ ഉണ്ടാക്കണം. ഒന്നുകിൽ അവര് ആ അമ്മേന്റെ റേഷൻ തൊഴിൽ കാർഡിൽ തന്നെ പേര് കൂട്ടിച്ചേർക്കണം, അല്ലെങ്കിൽ വേറെ തന്നെ തൊഴിൽ കാർഡാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കാരണം പെട്ടെന്ന് തന്നെ തൊഴിൽ കാർഡ് എന്തായാലും ആർക്ക് നൽകാനത് നമ്മൾ പറയുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻ TS നജീബ് കരട് പട്ടിക അവതരിപ്പിച്ചു. MK പ്രസന്ന, VP സുനീറ, P രവീന്ദ്രൻ, P സനൽ, ഫായിസ് ബീരിച്ചേരി, M രാമചന്ദ്രൻ, VEOമാരായ P റാഷിദ്, VV സംഗീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ബാങ്ക് പരിസരത്ത് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. അതിരുകാക്കുന്ന സൈനികനും കതിരുകാക്കുന്ന കർഷകനുമാണ് നമ്മുടെ നാടിൻ്റെ നട്ടല്. ഇവിടെ ഞാൻ വന്നിരുന്നപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആൾ പറഞ്ഞ് ഞാറ്റുവേല എന്നൊക്കെ പറഞ്ഞൊരു ആചാരത്തിൻ്റെ ഭാഗമല്ലേ. ഞാറ്റുവേല പെട്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പരമ്പരാഗതമായ ആചാരം എന്നൊക്കെ നമുക്ക് തോന്നും. ഒരാചാരം തന്നെയാണ് ഈ ഞാറ്റുവേല എന്നിവിടെ നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഞായറിൻ്റെ വേളയാണ്. ഞായറിൻ്റെ വേള എന്ന് പറഞ്ഞാൽ ഞായറിങ്ങനെ പോകുന്ന വഴി. ഞായറാരാ? സണ്ണാരാ? സൂര്യൻ. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി, കൃഷി ഓഫീസർ അനുഷ AN, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അജിത് കുമാർ C, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV പ്രദീപൻ,
തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും സ്മാം പദ്ധതി രജിസ്ട്രേഷനും ഉണ്ടായിരുന്നു. കൃഷിഭവന്റെ സബ്സിഡി നിരക്കിലുള്ള തെങ്ങുകളുടെയും ബാങ്ക് നഴ്സറിയിൽ തയ്യാറാക്കിയ കുരുമുളക്, കമുക് തൈകളുടെയും വളത്തിന്റെയും വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ പെരളം സൗത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും ജൂലൈ 9 വ്യാഴാഴ്ച രാവിലെ 9:30 കരിവള്ളൂർ പെൻഷൻ ഭവനിൽ നടക്കും. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.